നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. സീരിയൽ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ മുഖമാണ് അപ്സരയുടേത്. നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സാന്ത്വനം സീരിയലിലെ ജയന്തിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്സര പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയത്. പിന്നീട് ബിഗ് ബോസ് മലയാളത്തിന്റെ ഭാഗമായതോടെ ജനപ്രീതി വർദ്ധിക്കുകയായിരുന്നു. ഇപ്പോഴിതാ ബിഗ് ബോസിന് ശേഷം തന്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിക്കാൻ പോവുകയാണെന്ന സന്തോഷ വാർത്തയാണ് അപ്സര പങ്കുവച്ചിരിക്കുന്നത്. കേരള പോലീസിൽ ജോലിക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് അപ്സര. അച്ഛന്റെ ജോലിയിലേക്കുള്ള അപേക്ഷ നൽകിയിരിക്കുന്നുവെന്നും അത് ഓർഡർ ആയെന്നുമാണ് അപ്സര അറിയിച്ചിരിക്കുന്നത്. അതേസമയം പോലീസ് യൂണിഫോം ധരിച്ചാലും ഓഫീസ് ജോലിയിലേക്കായിരിക്കും താൻ എത്തുക എന്നാണ് അപ്സര പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു അപ്സരയുടെ വെളിപ്പെടുത്തൽ. അപ്സരയുടെ അച്ഛൻ പോലീസുകാരനായിരുന്നു. അപ്സര 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പഠിക്കുന്ന സമയം പട്ടാളത്തിൽ ചേരുകയെന്നത് വലിയ ആഗ്രഹമായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു NCCയിലൊക്കെ ചേർന്നത്. പക്ഷേ പട്ടാളക്കാരിയാകാൻ സാധിച്ചില്ല എന്നാണ് താരം പറഞ്ഞത്. ഇന്നിതാ അപ്സരയെ തേടി പോലീസ് യൂണിഫോം തന്നെ എത്തുകയാണ്. താരത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത്. അപ്സരയുടെ അമ്മയും ഒരു കലാകാരിയാണ്. നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു പ്രതിഭ തന്നെയാണ്. ജനിക്കുന്നതിന് മുൻപ് തന്നെ അമ്മ അഭിനയ രംഗത്ത് നിന്നും വിട പറയുകയും ചെയ്തിരുന്നു. അപ്സര സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അച്ഛൻ മരണപ്പെടുന്നത്. അതേസമയം സീരിയലിൽ കൊടും വില്ലത്തിയാണെങ്കിലും പക്ഷെ ജീവിതത്തിൽ താൻ അങ്ങനെയല്ലെന്നും തന്റെ ഇടം കൊണ്ട് ജീവിതത്തെ തിരികെ പിടിച്ചവളാണ് താനെന്ന് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ അപ്സര പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തിരുവനന്തപുരത്ത് നന്ദിയോട്ടെ ഗ്രാമത്തിലാണ് അപ്സര ജനിച്ചത്. അച്ഛൻ പോലീസുകാരനായിരുന്നു. അമ്മ KPCCയിൽ അഭിനേതാവും. വിവാഹം കഴിഞ്ഞതോടെ അമ്മയെ അച്ഛൻ അഭിനയിക്കാൻ വിട്ടില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ ഒരു അപകടത്തിൽ മരിച്ചു. ഡിഗ്രിക്ക് MG കോളേജിൽ പഠിക്കുമ്പോഴാണ് സീരിയലിലേക്ക് അവസരം ലഭിക്കുന്നത്. 10 വർഷമായി സീരിയലിൽ പ്രവർത്തിക്കുന്നു. ഇതുവരെ 23ഓളം സീരിയലുകളിൽ താൻ അഭിനയിച്ചിട്ടുണ്ട് എന്നും അപ്സര പറഞ്ഞു. സംവിധായകനായ ആൽബി ഫ്രാൻസിസിനെ വിവാഹം കഴിച്ചതിനെ കുറിച്ചും നടി പറഞ്ഞു. കൈരളി TVയിൽ പ്രോഗ്രാം ഹെഡായ ഉണ്ണി ചെറിയാൻ സാർ പറഞ്ഞതിനനുസരിച്ചാണ് ഉള്ളത് പറഞ്ഞാൽ എന്ന വർക്കിൽ എത്തുന്നത്. സംവിധായകനായ ആൽബിയെ മുൻപേ അറിയാമായിരുന്നു. ലൈവ് റെക്കോർഡിംഗ് അവിടെ ആയിരുന്നു വേണ്ടത്. എന്നാൽ അതിന് കുറെ ടേക്ക് പോയി മടുത്തു. ഇതോടെ ഡയറക്ടർ സ്ക്രിപ്റ്റ് വായിക്കാൻ സമയം തരുന്നില്ല എന്ന് പരാതി പറഞ്ഞ് ഞാൻ ഉണ്ണി സാറിനെ വീണ്ടും വിളിച്ചു. മെല്ലെ കഥാപാത്രത്തെ കിട്ടിയ എനിക്ക് പരാതികൾ ഇല്ലാതെയായി. ഇതിനിടയിൽ ഒരിക്കൽ സംസാരിക്കുമ്പോൾ ആൽബി എന്നോട് പറഞ്ഞു, മനസ്സിൽ വരുന്നത് പോലെ ഡയലോഗ് പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളായി. സീരിയൽ ഷൂട്ടിംഗ് അവസാനിച്ചിട്ടും സൗഹൃദം തുടർന്നു. അങ്ങനെയാണ് എന്നോട് നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ആൽബി ചോദിക്കുന്നത്. എന്നാൽ ആദ്യ വിവാഹം പിരിഞ്ഞതിന്റെ വിഷമത്തിലും ഷോക്കിലും ആയിരുന്നു ഞാൻ. അതുകൊണ്ട് വീണ്ടും കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പേടിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ആ ചിന്തയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ പറഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ പൊട്ടിത്തെറിയുണ്ടായി. മതമായിരുന്നു പ്രശ്നം. അങ്ങനെ ആ ആലോചന അവിടെ നിന്നു. പിന്നീട് 2 വർഷം കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർ സമ്മതിച്ചു. ഒരു വിവാഹം കഴിച്ചുപോയി, ഇനി എല്ലാം സഹിച്ച് ജീവിക്കാമെന്ന് കരുതുന്നവർ ഉണ്ട്. അത് പാടില്ല. അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കാമെന്ന ധൈര്യമാണ് മുന്നോട്ട് നയിച്ചത്. ആത്മഹത്യ ചെയ്യാതെ വിവാഹത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ഞാൻ. നഷ്ടം നമുക്ക് മാത്രമാണ്. നാട്ടുകാർ കുറ്റം പറയും. അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്നും അപ്സര വ്യക്തമാക്കി.